അൽ അസ്റുൽ ജാഹിലി. അൽ അസ്റു കാലഘട്ടം, അൽ ജാഹിലി അന്ധകാര കാലഘട്ടം. ബഅദ നബിയില്ലാഹി ഈസബിന് മറിയം. ബഅദ നബിയില്ലാഹി അള്ളാഹുവിൻ്റെ പ്രവാചകന് ശേഷം, അതായത് ഈസബിന് മറിയം, ഈസ നബി അലൈഹി സ്വലാമിന് ശേഷം. താലത്ത് നീണ്ടു, ദീർഘിച്ചു, അൽ ഫത്രത്തു. ഫത്രത്ത് എന്ന് പറഞ്ഞാൽ 2 കാലങ്ങൾക്കിടയിലുള്ള സമയം എന്നുള്ളൊരു അർത്ഥമാണ്. ഇവിടെ ഈസ നബി അലൈഹി സ്വലാമിന് ശേഷം പ്രവാചകന്മാരില്ലാത്ത ഒരു കാലഘട്ടം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെയുള്ള ആ കാലഘട്ടം അത് നീണ്ടു, ദീർഘിച്ചു. വസാദ വ്യാപിച്ചു, അല്ലലാമു ഇരുട്ട്, ഫിൽ ആലമി ലോകത്ത് ഇരുട്ട് വ്യാപിച്ചു. ഇരുട്ട് വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ നന്മകളൊക്കെ കുറഞ്ഞ് തെറ്റുകളൊക്കെ കൂടി എന്നർത്ഥമാണ്. വഗാബ മറഞ്ഞു, അന്നൂറു പ്രകാശം, വൽ ഇൽമു അറിവും മറഞ്ഞു. വഖഫതത് നേർന്നതായി, നേർത്തു, അൽ അസ്വാത്തു ശബ്ദങ്ങൾ, അല്ലത്തി എങ്ങനെയുള്ള ശബ്ദങ്ങളാണ്, റഫഅഹ അവയെ ഉയർത്തിയിരിക്കുന്നു, അൽ അംബിയാഉ നബിമാർ, വൽ മുർസലൂന മുർസലുകളും, ഫി ഉസൂരിഹിം അവരുടെ കാലഘട്ടങ്ങളിൽ. എന്തുകൊണ്ടുള്ള ശബ്ദം, ബി തൗഹീദി ഏകദൈവ വിശ്വാസം കൊണ്ട്, അന്നഖി പരിശുദ്ധമായ, വദ്ദീനി ദീൻ കൊണ്ടും, അൽ ഖാലിസി നിഷ്കളങ്കമായ ദീൻ കൊണ്ടും, പരിശുദ്ധമായ ഏകദൈവ വിശ്വാസം കൊണ്ടും അവരുടെ കാലഘട്ടങ്ങളിൽ മുർസലുകളും നബിമാരും ഉയർത്തിക്കൊണ്ടുവന്നതായ ശബ്ദങ്ങൾ നേർത്തു. എന്തില്, ഫി സ്വൈഹാത്തി അട്ടഹാസങ്ങളിൽ. എന്തിൻ്റെ അട്ടഹാസം, അൽ ജഹ്ലി അജ്ഞതയുടെ, വല്ലലാലത്തി അന്ധകാരത്തിൻ്റെയും, അല്ലത്തി എങ്ങനെയുള്ള അട്ടഹാസങ്ങളാണ്, സ്വാഹ അട്ടഹസിച്ചിരിക്കുന്നു, ബിഹ അതുകൊണ്ട്, അൽ മുഹ്തരിഫൂന ചതിയന്മാർ. മുഹ്തരിഫ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ കൂടുതൽ അഗ്രഗണ്യനായാലൊക്കെയാണ് മുഹ്തരിഫ് എന്ന് പറയാം. അപ്പോൾ അൽ മുഹ്തരിഫൂന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചതിയന്മാരെന്ന് അർത്ഥം വെക്കാം. അതേപോലെ വദ്ദജ്ജാലൂന കള്ളന്മാരും ചതിയന്മാരും അട്ടഹസിച്ചതായ അന്ധകാരത്തിൻ്റെയും അജ്ഞതയുടെയും അട്ടഹാസങ്ങളിൽ നമ്മുടെ നബിമാരൊക്കെയും കൊണ്ടുവന്ന ശബ്ദങ്ങൾ നേർത്തുപോയി എന്നാണ് പറഞ്ഞത്. അതേപോലെ വന്തഫഅത്ത് അണഞ്ഞു, അൽ മസാബീഹു വിളക്കുകൾ, അല്ലത്തി എങ്ങനെയുള്ള വിളക്കുകളാണ്, ഔഖദഹ അവയെ കത്തിച്ചിരിക്കുന്നു, അംബിയ ഉല്ലാഹി അള്ളാഹുവിൻ്റെ നബിമാർ, വറുസുലുഹു അവൻ്റെ ദൂതന്മാരും, വഖുലഫാഉഹും അവരുടെ, അതായത് നബിമാരുടെയും മുർസലുകളുടെയും പ്രതിനിധികളും, വഖുലഫാഉഹും അവരുടെ പ്രതിനിധികളും. എന്തിൽ അണഞ്ഞുപോയി, വിളക്കണഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തിൽ, മിനൽ അവാസിഫി കൊടുങ്കാറ്റുകളിൽ, ആസിഫ് കൊടുങ്കാറ്റ്, കാറ്റ്, അവാസിഫ് കൊടുങ്കാറ്റുകളിൽ, അല്ലത്തി എങ്ങനെയുള്ള കൊടുങ്കാറ്റുകളാണ്, ഹബ്ബത്ത് അവ അടിച്ചു വീശിയിരിക്കുന്നു, ഹീനം ബഅദ ഹീനിൻ ഇടയ്ക്കിടെ, വീണ്ടും ഹീനം ബഅദ ഹീൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നർത്ഥം. വീണ്ടും അടിച്ചു വീശിയതായ കൊടുങ്കാറ്റുകളിൽ അള്ളാഹുവിൻ്റെ നബിമാരും മുർസലുകളും അവരുടെ പ്രതിനിധികളും കത്തിച്ചു വെച്ചതായ വിളക്കുകൾ അണഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ അവസ്ഥ കാണിക്കുന്ന ഒരു പാഠാണ്. അന്ധകാര കാലഘട്ടം അതിൻ്റെ അവസ്ഥ പറഞ്ഞു വരികയാണ്.